ഈ വീടിനകത്ത് തന്നെ അടച്ചുകൂട്ടിയിരിക്കുന്നത് നിനക്കൊന്നും അറിയണ്ടല്ലോ. നാട്ടുകാരോട് മുഴുവൻ ഞാനല്ലേ മറുപടി പറയേണ്ടത്. എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും ചെലവാക്കിയാ ഞാൻ നിന്നെ കെട്ടിച്ചു വിട്ടത്. എന്നിട്ട് നീ ആ ബന്ധവും പിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഞാൻ എന്താ അവരോട് പറയേണ്ടത്? കുറച്ച് പ്രായം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, നല്ല കുടുംബമാണ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്. നീ അത് വിട്. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. എന്താണ് നിനക്ക് വേണ്ടത്? അച്ഛൻ പറഞ്ഞു കേട്ടാത്തൊന്നും അവളെന്തോ തെറ്റി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാണ്. അവള് കുറെ സഹിച്ചത് അവിടെ ജീവിക്കാൻ തീരെ പറ്റാത്തതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ ഭിത്തിയിൽ തൂക്കായിരുന്നു. അതങ്ങനെയാ. അച്ഛൻ എന്നെ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ ആയോ? നാട്ടുകാരോട് മുഴുവൻ മറുപടി പറയേണ്ടി വന്നത് ഞാനാ. കാനഡ കിടന്ന് നിനക്കൊന്നും അറിയണ്ടായിരുന്നല്ലോ. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം അച്ഛൻ മാത്രമാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഫ്രീ ആണോ? എന്തേ? ഒന്ന് പുറത്തു പോയാലോ? അബിയുടെ കല്യാണമല്ലേ, കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഞാൻ വരുന്നില്ല. നീ ഫ്രണ്ട്സിനെ ആരെയും കൂട്ടിയിട്ട് പോ. ഒന്ന് വാടി. എനിക്ക് ഇരുന്ന് എന്നേക്കാൾ നന്നായി ഡ്രൈവ് നിനക്കല്ലേ. ഒന്ന് വാ. ആ ഡി അബി വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവൻ നിനക്ക് പറ്റിയൊരു ജോലിയുടെ കാര്യം പറഞ്ഞു. അവനറിയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാനായിട്ടാണ്. ഞാനോ? നീ ഒന്ന് പോയേ. എനിക്കിപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. ഡിപ് നിനക്ക് തോന്നുക പഠിക്കാൻ മണ്ടനായിരുന്നു ഞാൻ. പരീക്ഷയ്ക്ക് പാസ്സായിട്ടെനിക്ക് അതിനൊരൊറ്റ കാരണം. അത് നീ പഠിപ്പിച്ച രീതിയാ. നിനക്ക് പറ്റും. കൂടുതലൊന്നും ആലോചിക്കണ്ട. നാളെ നമ്മൾ പോകുന്നു. നാളെ പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളോട് ഉണ്ട്. കോളേജിലൊക്കെ പോകണല്ലേ. ഇങ്ങനെ പോയാൽ മതിയോ? ശ്രേയ ചേച്ചി, ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ വിഷ്ണു, കോളേജിലെ ചേച്ചിയുടെ ജൂനിയർ ആയിരുന്നു. കോളേജിലേക്ക് സ്റ്റേജിൽ കയറാൻ മടിച്ചു നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് സ്റ്റേജിൽ കയറ്റിയത് ചേച്ചിയല്ലേ. ഞാനും സിസ്റ്ററും ഒക്കെ ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു. പാട്ട്, ഡാൻസ്, മിമിക്രി എല്ലാത്തിനും ചേച്ചിയില്ലായിരുന്നോ ടോപ്പ്? അല്ല, ഇപ്പൊ ഒന്നുമില്ല. ഹേയ്, അതൊക്കെ അന്നല്ലേ, ഇപ്പൊ ഒന്നുമില്ല. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ കുറച്ച് പർച്ചേസിന് കൊണ്ട് ഇറങ്ങിയതാ. ഓ, പർച്ചേസിന് ഇറങ്ങിയതാണോ? എങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പൊ വുമൻസ് ഡേ പ്രമാണിച്ച് എല്ലാ പ്രൊഡക്ട്സിനും അപ് ടു 50% വരെ ഓഫർ ഉണ്ട്. എല്ലാ പർച്ചേസിനും ഫ്രീ ഗിഫ്റ്റും കിട്ടും. പിന്നെ കേരളത്തിലെ ഏത് പർപ്പിൾ ഷോറൂമിൽ ചെന്നാലും ഫ്രീ മേക്ക് ഓവറും ബ്യൂട്ടി അഡ്വൈസും കിട്ടും. ഒരു മിനിറ്റ്. ശരി. അപ്പൊ നാളെ ഒന്ന് പോയി നോക്കാല്ലേ? പിന്നല്ല, നോക്കാന്നേ. എന്നെ ഡ്രോപ്പ് ചെയ്യില്ലേ? സെറ്റ്. ഞാനല്ലേ കൂടെ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചു തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. സ്വയം തോറ്റു കൊടുക്കാതിരിക്കുക. ലോകം നിങ്ങളുടേതാകാൻ അത് മാത്രം മതി.